ലഹരി പരിശോധനയ്ക്കെത്തിയപ്പോൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ നാളെ പോലീസിന് മുന്നിൽ ഹാജരാകണം. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ. ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കവർന്ന കീഴ്ശാന്തി 3 മാസം മുമ്പും ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്നതായി കണ്ടെത്തൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ നാളെ പോലീസിന് മുന്നിൽ ഹാജരാകണം. എറണാകുളം നോർത്ത് പോലീസ് ഷൈനിന്റെ തൃശ്ശൂരിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയത്. വൈകിട്ട് 6:30 എറണാകുളം നോർത്ത് പോലീസ് ഷൈനിന്റെ തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറിയത്. നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഷൈന് 10 മണിക്ക് എത്താൻ സാധിക്കില്ലെന്നും സമയത്തിൽ അല്പം സാവകാശം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. തുടർന്ന് വൈകുന്നേരം 3 മണിക്ക് ഹാജരാവാൻ പോലീസ് നിർദ്ദേശം നൽകി. അതിൽ വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. നാളെ വന്ന് ഹാജരാകാനെ കുറിച്ച് അവൻ അവിടെ വന്നു, അവിടെ നിന്ന് പോയി, അതല്ലേ ഉള്ളൂ. ഇങ്ങനെ കുറെ ഓലപ്പാമ്പല്ലേ. അത് കഴിഞ്ഞ് കേസാവുമ്പോൾ വക്കീലുമായി ബന്ധപ്പെടാം. കുറ്റം ചെയ്തെങ്കിലല്ലേ കേസാവുക. വേട്ടയാടലാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും ഷൈന്റെ പിതാവ് ചാക്കോ പ്രതികരിച്ചു. കേസ് ആയിട്ടില്ലല്ലോ, കേസൊക്കെ ആവട്ടെ, ആയി വരുമ്പോഴല്ലേ പമ്പ്. അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. ഇങ്ങനെ കുറെ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടോ. അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അല്ലെ കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസ് ആവുക. ഇതിപ്പോ അവിടെ വന്നു, അവൻ പോയി. പോലീസിന്റെ ലഹരി റെയ്ഡിനിടെ എന്തിനു മുങ്ങി? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാനാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിച്ചിരിക്കുന്നത്. ഷൈനിനെ ഫോണിൽ കിട്ടാത്തതിനാലാണ് പോലീസ് തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത്. ജനം, തൃശൂർ. വിൻസി അലോഷ്യസ് ഉന്നയിച്ച ആരോപണങ്ങൾ സിനിമ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. നടൻ ഷൈൻ ടോം ചാക്കോ നടിയോട് മോശമായി പെരുമാറിയ സംഭവം സർക്കാർ അന്വേഷിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. നടി വിൻസി അലോഷ്യസിനോട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മോശമായിട്ടുള്ള പെരുമാറ്റം സർക്കാർ അന്വേഷിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. നടി അനുഭവിച്ച ഈ പ്രശ്നം വരുന്ന സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകൾ വെച്ചു പുലർത്താനാകില്ല. സിനിമാ മേഖലയിലെ നിയമവിരുദ്ധമായിട്ടുള്ള ലഹരി ഉപയോഗം തടയാൻ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ പരിശ്രമിക്കണമെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. സിനിമാ സെറ്റിൽ മോശം അനുഭവം ഉണ്ടായ സംഭവത്തിൽ നടി പരാതി നൽകുകയും പിന്നീടത് വിവാദമാവുകയും ചെയ്തതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം മന്ദഗതിയിലാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും പ്രവർത്തനം പാതി വഴിയിൽ തന്നെ. കഴിഞ്ഞ നവംബറിലാണ് സിനിമാ കോൺക്ലേവ് നടത്താനായി സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സിനിമാ മേഖലയിലെ ഗുരുതരമായ ലഹരി ഉപയോഗവും സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും പരിഹരിക്കാനായി സർക്കാരിന് കോൺക്ലേവ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് വരുന്ന കോൺക്ലേവിൽ വിൻസി അലോഷ്യസ് ഉന്നയിച്ച പരാതികൾ ചർച്ച ചെയ്യാനൊരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടനയായ അമ്മ നിലപാട് കടുപ്പിക്കുകയാണ്. വിൻസിയുടെ പരാതിയിൽ ഷൈൻ തിങ്കളാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണം. വിശദീകരണം ഇല്ലെങ്കിൽ പുറത്താക്കാൻ ജനറൽ ബോഡിക്ക് അച്ചടക്ക സമിതി ശുപാർശ നൽകുമെന്നും സംഘടന വ്യക്തമാക്കി. കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഫിലിം ചേംബറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റിൽ നടൻ ഷൈൻ ടോം ചാക്കോ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന വിൻസി അലോഷ്യസിന്റെ പരാതിയെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് താരസംഘടനയായ അമ്മ കടക്കുന്നത്.
നടിയുടെ പരാതിയിൽ താരസംഘടന കഴിഞ്ഞ ദിവസം ഷൈനിനോട് വിശദീകരണം തേടിയിരുന്നു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വീഴ്ച വരുത്തിയാൽ നടനെ പുറത്താക്കാൻ ജനറൽ ബോഡിക്ക് അച്ചടക്ക സമിതി ശുപാർശ നൽകുമെന്നും സംഘടന വ്യക്തമാക്കി. നടി വിൻസിയുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരടങ്ങുന്ന അച്ചടക്ക സമിതിയെ അഡ്ഹോക് കമ്മിറ്റി നിയോഗിച്ചിരുന്നു. സിനിമാ മേഖലയിലെ മറ്റ് സംഘടനകളും വിൻസിയുടെ പരാതിയിൽ നടപടിക്കൊരുങ്ങുകയാണ്. സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഷൈൻ ടോം ചാക്കോ നടിക്കും സഹപ്രവർത്തകയ്ക്കുമെതിരെ ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്നാണ് പരാതി ഉയർന്നത്. നടിയുടെ പരാതി പരിശോധിക്കാൻ തിങ്കളാഴ്ച ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ജനം, കൊച്ചി. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയ്ൻ കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. വിചാരണ കോടതി ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷം ഉടൻ അപ്പീൽ നടപടികൾ സ്വീകരിക്കും. ലാണ് കേരളത്തിൽ തന്നെ ആദ്യമായി കൊക്കെയ്ൻ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തത്. നടൻ ഷൈൻ ടോം ചാക്കോ, പെൺസുഹൃത്തുക്കൾ തുടങ്ങിയവരായിരുന്നു പ്രതികൾ. കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്നുമായിരുന്നു കൊക്കെയ്നുമായി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പേരെ പിടികൂടിയത്. കേസ് ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചയായെങ്കിലും കോടതിയിൽ തള്ളിപ്പോയി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11 കൊക്കെയ്ൻ കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 8 പ്രതികളെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നിലവിൽ പ്രോസിക്യൂഷന്റെ തീരുമാനം. കേസ് തള്ളിപ്പോയതിലെ കാരണങ്ങളായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയതിലേറെയും പോലീസിന്റെ വീഴ്ചകളും പിഴവുകളുമായതുകൊണ്ട് തന്നെ ഉത്തരവ് വിശദമായി പരിശോധിച്ചാകും പഴുതുകൾ അടച്ചുകൊണ്ട് ഉടൻ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക. കേസ് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പിടിച്ചെടുത്ത കൊക്കെയ്ന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് പരിശോധിച്ചില്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയ്ൻ ഉപയോഗിച്ചോ എന്നും പോലീസ് പരിശോധിച്ചില്ല. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കെയ്ൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞു. രഹസ്യവിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘവും കോടതിയിൽ തള്ളിപ്പറഞ്ഞുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പോലീസിനും സർക്കാരിനും തന്നെ നാണക്കേടായ കൊക്കെയ്ൻ കേസിൽ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടതും ചർച്ചയായത്. വിചാരണ കോടതിയിൽ പോലീസ് തന്നെ അട്ടിമറിച്ച കേസിലാണ് മുഖം രക്ഷിക്കാനായി അപ്പീൽ നൽകുവാനുള്ള പ്രോസിക്യൂഷന്റെ തീരുമാനം. ജനം, കൊച്ചി. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ. കൊല്ലം ശക്തികുളങ്ങര സ്വദേശി യേശുദാസനാണ് അറസ്റ്റിലായത്. ഇയാൾ യുവതിയുടെ വീട്ടിലെത്തി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 12:30 സംഭവം. 54-കാരനായ യേശുദാസൻ മാനസിക ബുദ്ധിമുട്ടുള്ള യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു. ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് പ്രതി അതിക്രമം നടത്തിയത്. യുവതിയെ ഇയാൾ ബലമായി കടന്നുപിടിച്ചു. നിലവിളി കേട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ ഉണർന്നു. പിന്നാലെ ശബ്ദം കേട്ട് നാട്ടുകാരും ഓടിക്കൂടി. രക്ഷപ്പെടാൻ ശ്രമിച്ച യേശുദാസനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ശക്തികുളങ്ങര പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ മുൻപും കേസുകൾ ഉള്ളതായാണ് വിവരം. യുവതിയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് യേശുദാസനെതിരെ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും ലൈംഗിക അതിക്രമം നടത്തിയതിനും കേസെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. ആലപ്പുഴ ഇഴപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കവർന്ന കീഴ്ശാന്തി 3 മാസം മുമ്പും ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്നതായി പോലീസ്. തിരുവാഭരണങ്ങളിൽ നിന്ന് 3.5 പവൻ മോഷ്ടിച്ച ശേഷം പകരം മുക്കുപണ്ടം വെച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ 3 മാസം മുമ്പാണ് രാമചന്ദ്രൻ പോറ്റി സഹായിയായി എത്തിയത്. വന്ന സമയം മുതൽ ഇയാൾ മോഷണം തുടങ്ങിയതായി പോലീസ് പറയുന്നു.
തിരുവാഭരണങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ 3.5 പവൻ കവർന്നിരുന്നു. പകരം ഇതേ മാതൃകയിലുള്ള മുക്കുപണ്ടം തിരുവാഭരണങ്ങൾക്കൊപ്പം വെച്ചു. കവർന്ന സ്വർണം കുമ്പളങ്ങിയിലെ ബാങ്കിൽ പണയപ്പെടുത്തി പണം വാങ്ങി. പകരം വെച്ച മുക്കുപണ്ടം ക്ഷേത്രം അധികൃതർ തിരിച്ചറിയാതിരുന്നതും പ്രതിക്ക് ധൈര്യമേകി. രണ്ടാമത് മോഷ്ടിച്ച തിരുവാഭരണം പണയം വയ്ക്കാൻ തേവരയിലെ ബാങ്കിലെത്തിയത് തേവരയിലെ ക്ഷേത്രത്തിൽ ശാന്തിയാണെന്ന് പരിചയപ്പെടുത്തിയാണ്. കൊല്ലം ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള രാമചന്ദ്രൻ പോറ്റി അതേ അക്കൗണ്ടിലാണ് 15 പവൻ ആഭരണം പണയപ്പെടുത്തി 7 ലക്ഷം രൂപ വാങ്ങിയത്. ബാങ്ക് ജീവനക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ 5 പവൻ വരുന്ന കിരീടം രാമചന്ദ്രൻ പോറ്റി പണയപ്പെടുത്തിയില്ല. ഇത് പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 14 വൈകിട്ട് 4 ശേഷം രാമചന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയെങ്കിലും 15 രാവിലെ അല്പസമയം തേവര ഭാഗത്ത് വെച്ച് ഫോൺ ഓണായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. തിരുവാഭരണങ്ങൾ പണയം വെച്ച് ലഭിച്ച 7 ലക്ഷം രൂപ രാമചന്ദ്രൻ പോറ്റി ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ. അധ്യാപകർ ചോദ്യപേപ്പർ വാട്സാപ്പിലൂടെ ചോർത്തിയെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി കണ്ണൂർ സർവകലാശാല. കാസർഗോഡ് ബേക്കലിലെ പാലക്കുന്ന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചു. പരീക്ഷാ സമയത്ത് സർവകലാശാല സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയത്. സ്ക്വാഡിലെ അംഗങ്ങൾക്ക് സംശയം തോന്നി പരീക്ഷ എഴുതുകയായിരുന്ന വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അധ്യാപകർ വാട്സപ്പ് വഴി ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്ന് തെളിഞ്ഞത്. BCA 6ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർത്തിയത്. അതീവ രഹസ്യ സ്വഭാവത്തിൽ ഇമെയിൽ വഴി പ്രിൻസിപ്പലിന് നൽകിയ ചോദ്യപേപ്പറുകളാണ് അധ്യാപകർ വാട്സപ്പ് വഴി ചോർത്തി വിദ്യാർത്ഥികൾക്ക് നൽകിയത്. പരീക്ഷ തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപാണ് സാധാരണഗതിയിൽ സർവകലാശാല ചോദ്യപേപ്പറുകൾ കോളേജുകൾക്ക് നൽകുന്നത്. പ്രിൻസിപ്പലിന് മാത്രം ആക്സസ് ഉള്ള ഒരു പ്രത്യേക ഇമെയിൽ ഐഡിയിലേക്കാണ് ചോദ്യപേപ്പർ അയച്ചു നൽകുക. ഇത് അച്ചടിച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇങ്ങനെ നൽകിയ ചോദ്യപേപ്പറാണ് വാട്സപ്പ് വഴി അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ചോർത്തി നൽകിയത്. സംഭവത്തിൽ ബേക്കൽ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും സർവകലാശാല പരാതി നൽകിയിട്ടുണ്ട്. ജനം, കണ്ണൂർ. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ 5-അംഗ സംഘമെന്ന് സൂചന. ക്ലർക്ക് സംഗീതിനൊപ്പം തട്ടിപ്പിന് നേതൃത്വം നൽകിയതിൽ ലോട്ടറി വകുപ്പിലെ ഉന്നതരുമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. അർദ്ധവാർഷിക ഓഡിറ്റിൽ തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ ക്യാഷ് ബുക്കിലും തിരിമറി നടത്തി. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2 കോടിയോളം രൂപ ജീവനക്കാരൻ തട്ടിയെടുത്ത സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ലോട്ടറി വകുപ്പിലെയും ക്ഷേമനിധി ബോർഡിലെയും 5-അംഗ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ നിന്ന് കണ്ടെത്തിയതായാണ് സൂചന. ലോട്ടറി വകുപ്പിലെ ഉന്നതനടക്കം തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ചു. അതേസമയം ക്ലാർക്കായ സംഗീത് തട്ടിപ്പ് നടത്തിയ രീതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വകുപ്പിൽ വർഷത്തിൽ 2 തവണ നടക്കുന്ന ഓഡിറ്റിംഗിൽ നിന്നും അതിസമർത്ഥമായാണ് തട്ടിപ്പ് മറച്ചുപിടിച്ചിരുന്നത്. സാധാരണഗതിയിൽ ചെക്ക് മാറുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതാണ് പതിവ്. ഓഡിറ്റ് സമയത്ത് കൈവശപ്പെടുത്തിയ ചെക്കിന്റെ വിശദാംശങ്ങൾക്ക് പകരം വ്യാജ വിവരങ്ങൾ ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുത്തിയാണ് ഓഡിറ്റ് വിഭാഗത്തെയും കബളിപ്പിച്ചിരുന്നത്. അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ നശിപ്പിച്ചു. ഓഫീസ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് സംഗീതിന്റെ പതിവാണെന്നും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. CITU ചുമട്ടുതൊഴിലാളി ജില്ലാ സെക്രട്ടറിയോട് വിരൽ ചൂണ്ടി സംസാരിച്ചതിന് CITU നേതാവിനെ പുറത്താക്കി. കോഴിക്കോട് വടകര ഏരിയ വൈസ് പ്രസിഡന്റ് K മനോജിനെയാണ് പുറത്താക്കിയത്. ശരീരഭാഷ ശരിയല്ലെന്ന കാരണം പറഞ്ഞാണ് നടപടി. CITU വടകര ഏരിയ വൈസ് പ്രസിഡന്റ് K മനോജിനെതിരെയാണ് നേതാവിന്റെ നടപടി. CITU ചുമട്ടുതൊഴിലാളി ജില്ലാ സെക്രട്ടറി C നാസറിന്റേതാണ് നടപടി. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് മനോജ് നാസറിനോട് വിരൽ ചൂണ്ടി സംസാരിച്ചത്. ശരീരഭാഷ ശരിയല്ലെന്ന കാരണം പറഞ്ഞാണ് നടപടി. വിരൽ ചൂണ്ടുന്നവരെ പുറത്താക്കുകയും പുറംചൊറിയുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുകയാണെന്ന് മനോജ് പറഞ്ഞു. യോഗത്തിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ച് ഒരു പൊതുപ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിലെ വിഷയമാണിത്.
അതിന്റെ മുകളിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് എന്നെ പുറത്താക്കുന്നത്. ജനാധിപത്യ രീതിയിൽ ഒരു യോഗത്തിൽ ചർച്ച നടത്തുമ്പോൾ അതിനെ അയാളെ തിരുത്തിക്കേണ്ട ഉത്തരവാദിത്വം അടുത്ത ഘടകങ്ങൾക്കുണ്ട്. അല്ലാതെ പുറത്താക്കൽ നടപടി പ്രത്യേകിച്ച് ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രസ്ഥാനത്തിന് നടക്കൂല, യോജിച്ചതല്ല. ജനാധിപത്യ രീതിയിൽ ചർച്ച നടത്തുമ്പോൾ തിരുത്തുകയാണ് വേണ്ടത്, അല്ലാതെ പുറത്താക്കുകയല്ല വേണ്ടതെന്നും മനോജ് പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ NMDCയിലെ തൊഴിലാളിയാണ് മനോജ്. ജില്ലാ സെക്രട്ടറിയുടെ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഇതിനകം ഉയർന്നത്. ജനം, കോഴിക്കോട്. മാസപ്പടി കേസിൽ SFIO പിടിച്ചെടുത്ത ഡയറി EDക്ക് ലഭിച്ചില്ല. മാസപ്പടി ഡയറിയും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ED വീണ്ടും വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. SFIO റിപ്പോർട്ട് പരിശോധിച്ച് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സഹായകരമാകുന്ന രേഖകൾക്കായാണ് വീണ്ടും അപേക്ഷ നൽകുക. ശനിയാഴ്ച അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകും. വിവാദ കരിമണൽ കമ്പനിയായ CMRൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ മാസപ്പടിയുടെ വിവരങ്ങളാണ് മാസപ്പടി ഡയറിയിലുള്ളത്. എല്ലാവരുടെയും ചുരുക്കപ്പേരുകളിൽ രേഖപ്പെടുത്തിയ മാസപ്പടി കണക്കുകളുള്ള ഡയറി SFIO പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന്റെ പകർപ്പുകൾ EDക്ക് ലഭിച്ചിട്ടില്ല. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന ED അന്വേഷണത്തിന് സഹായകരമാകുന്ന അനുബന്ധ രേഖകൾ കൂടി ആവശ്യപ്പെട്ട് ശനിയാഴ്ച വിചാരണ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകും. SFIO കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് EDക്ക് ലഭിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അന്വേഷണ യൂണിറ്റ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ ROC ആദായനികുതി വകുപ്പ് അന്വേഷണങ്ങൾക്ക് പിന്നാലെ EDയും അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും കള്ളപ്പണ നിരോധന നിയമപ്രകാരം EDയുടെ അന്വേഷണ പരിധിയിലേക്ക് കേസെത്തുന്നതിന് മറ്റ് അന്വേഷണ ഏജൻസികൾ വീക്ഷിച്ചത് കേസുകൂടി ഉണ്ടായിരിക്കണം. ഇതനുസരിച്ചാണ് SFIO കേസും കുറ്റപത്രവും അടിസ്ഥാനമാക്കി ED അന്വേഷണം ഊർജിതമാക്കിയത്. റിപ്പോർട്ടിലെ സാക്ഷിമൊഴികൾ പരിശോധിച്ച് പ്രധാന സാക്ഷികൾക്ക് ആദ്യം സമൻസ് നൽകും. ഇതിനുശേഷം SFIO കേസിലെ പ്രധാന പ്രതികളെയും ചോദ്യം ചെയ്യും. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികളായ CMRലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി. വനം വകുപ്പിലെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് തന്നെ അഴിമതിക്കാരനാക്കിയെന്ന് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസറുടെ വെളിപ്പെടുത്തൽ. പാലോട് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാറാണ് മന്ത്രിയുടെ ഓഫീസിനെതിരെയടക്കം ആരോപണം ഉന്നയിക്കുന്നത്. പാലോട് റേഞ്ചിൽ നടന്ന ആനക്കിടങ്ങ് നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിനാണ് തനിക്കെതിരായ 2 വർഷം മുമ്പുള്ള പരാതിയിൽ നടപടിയെടുത്തതെന്നാണ് സുധീഷ് പറയുന്നത്. വനം വകുപ്പിലെ നിരവധി അഴിമതികളുടെ തെളിവുകളും വിവരങ്ങളും തന്റെ പക്കലുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രിക്കടക്കം അറിയാവുന്ന സാഹചര്യത്തിലാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ പറഞ്ഞു. അഴിമതികളെല്ലാം മന്ത്രിയും മന്ത്രിയുടെ PS മധുവും ചേർന്നുള്ള അഴിമതികളാണ് നടക്കുന്നത്. മന്ത്രിയുടെ PS മധുസൂദനനും ഈ CCF ലെവലിലും ഒരു ഇതുണ്ട്. 9 വർഷം കൊണ്ട് അവരെ 2 CCFമാർ മാത്രം മാറി മാറി അവിടെ ഭരിക്കുകയും അവരെ മാറ്റണം എന്നുള്ളൊരു ശുപാർശ വരുമ്പോൾ ഇല്ലാത്ത കെട്ടിച്ചമച്ചുള്ള കഥ ഉണ്ടാക്കുകയും ഇതുപോലെ ഉപദ്രവിക്കുകയും അത് ഒരു സ്ഥിരം ഇതായിട്ട് മാറിയിരിക്കുകയാണ്. മന്ത്രി ഓഫീസിൽ അതിനുള്ള അഴിമതികൾ മന്ത്രി ഓഫീസും പ്രമോദ് കൃഷ്ണൻ്റെയും അഴിമതികളെക്കുറിച്ചുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അടുത്ത വർക്കിംഗ് ഡേ ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കേരളത്തിന്റെ വനാതിർത്തികളിൽ ആനക്കിടങ്ങ് നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നും പാലോട് റേഞ്ചിലെ ആനക്കിടങ്ങ് നിർമ്മാണത്തിൽ അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം ബില്ലിൽ ഒപ്പിടാൻ നിർബന്ധിച്ചെന്നും സുധീഷ് വ്യക്തമാക്കി. ആനക്കിടങ്ങ് നിർമ്മാണത്തിന് സാധാരണ രീതിയിൽ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം നിമിത്തം അദ്ദേഹം ഒരു സിൽക്ക് എന്നുള്ള ആ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് അതിൻ്റെ 30% CCFന് കൊടുക്കണം എന്നുള്ള നിർബന്ധത്തോടു കൂടി അവരെ കൊണ്ട് ചെയ്യിക്കുകയും ആ 30% കുറച്ച് മാത്രമേ പണി ചെയ്യൂ എന്ന് എന്നോട് ആ കമ്പനി എന്നോട് പറഞ്ഞു. മിനിസ്റ്റർ ഓഫീസിലെ കുറേ ബന്ധങ്ങളും എനിക്കറിയാമെന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അദ്ദേഹം എന്നെ മനഃപൂർവ്വം 1 മാസം മാത്രം വിരമിക്കാൻ 1 മാസം മാത്രം സമയമുള്ളപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യുകയും എന്നെ ജയിലിൽ ഇടുകയും അദ്ദേഹവും മിനിസ്റ്റർ ഓഫീസിലെയും മുഖ്യമന്ത്രി ഓഫീസിലെയും ചില ബന്ധങ്ങൾ കാരണം എന്നെ ജയിലിടുകയും ചെയ്തു. ഇനിയും എനിക്ക് വധഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രമോദ് കൃഷ്ണൻ എന്ന് പറഞ്ഞ IFS ഉദ്യോഗസ്ഥൻ ഇത്രയും ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നാണ് സുധീഷിന്റെ ആരോപണം. ജനം, തിരുവനന്തപുരം.
ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് നൽകാത്തതിനെ തുടർന്ന് രോഗിക്ക് ദാരുണാന്ത്യം. കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് വെള്ളറട സ്വദേശിനി ആൻസിയാണ് മരിച്ചത്. വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് 108 ആംബുലൻസിനെ വിളിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് പനി ബാധിച്ച് വെള്ളറട സ്വദേശി ആൻസിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പ്ലേറ്റ്ലെറ്റ് അടക്കം കുറഞ്ഞ സ്ഥിതിയിലായ രോഗിയെ ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ 108ലേക്ക് വിളിച്ചത്. എന്നാൽ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ആംബുലൻസ് വിട്ടുതരാൻ കഴിയില്ലെന്നാണ് 108 അധികൃതർ നൽകിയ മറുപടി. ഓക്കെ സർ, ദയവായി ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്തായിട്ട് വരുന്ന ആംബുലൻസ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ അല്ല സർ. 5 കിലോമീറ്ററിനുള്ളിൽ ആംബുലൻസ് ഉണ്ടായിട്ടും എത്തിയില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ജനം ടിവിയോട് പറഞ്ഞു. എമർജൻസി കേസുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ്, അല്ലെങ്കിൽ കളക്ടർ ഓർഡറാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈ കഴിയുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ജീവനുകളാണ് പൊലിയുന്നത്. വളരെ വിഷമം. കാര്യം അത്രയും സമയം ഏകദേശം ഉച്ച മുതൽ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ, അതായത് ഇവരെ ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുവരുമ്പം ഡോക്ടർ പറയുന്ന പോലെ ഒരു ഓക്സിജൻ ഫെസിലിറ്റി ഇല്ലാത്ത വണ്ടിയിലാണ്. പഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഉണ്ട്, അതും ഞങ്ങൾ ട്രൈ ചെയ്തു. അത് വിളിച്ചപ്പോഴത്തേന് സർവീസ് സെൻറ്ററിൽ എന്തോന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ് 108 ഡോക്ടർ സജസ്റ്റ് ചെയ്തപ്പോൾ അതിലോട്ട് വിളിച്ചത്. അപ്പം ആ ഒരു മറുപടി, അതായത് എന്താണ്, കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി ആയതുകൊണ്ട് വിട്ടയക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടി. 1.5 മണിക്കൂറിന് ശേഷം ഓക്സിജൻ ഇല്ലാത്ത സ്വകാര്യ ആംബുലൻസിലാണ് രോഗിയെ കൊണ്ടുപോകാൻ സാധിച്ചത്. എന്നാൽ യാത്രക്കിടെ നെയ്യാറ്റിൻകരയിലെത്തിയപ്പോൾ ആൻസി മരിക്കുകയായിരുന്നു. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആൻസിയുടെ ഭർത്താവിന്റെ കണ്ണിന് കാഴ്ചയില്ല. കൃത്യസമയത്ത് ആംബുലൻസ് ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ആനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. ആംബുലൻസ് അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിലെ നടപ്പാതയിൽ കേബിൾ വയറുകൾ തൂങ്ങിക്കിടക്കുന്നത് വഴിയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. കേബിൾ പൊട്ടി റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് വാഹനാപകടം ഉണ്ടാക്കുന്നതിനും കാരണമാകാം. ഈ കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരം മാത്രം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ നടപ്പാതകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റിൽ നിന്നും കേബിൾ വയറുകൾ പൊട്ടി വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും ഒരേപോലെ അപകട ഭീഷണി ഉയർത്തുന്ന കാഴ്ചയാണിത്. ഇത് നഗരത്തിലെ ഏതാനും ഒറ്റപ്പെട്ട സ്ഥലത്തെ കാഴ്ചയല്ല. മിക്കയിടങ്ങളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. നടപ്പാതയ്ക്കരികിൽ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റുകളിൽ സ്ഥാപിച്ച കേബിൾ വയറുകൾ പലതും പൊട്ടി റോഡിലേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. ഏത് നിമിഷവും അപകടമുണ്ടാക്കിയേക്കാവുന്ന നിലയിലാണ് മിക്കവയും. മാത്രമല്ല, രാത്രികാലങ്ങളിൽ മിക്ക നടപ്പാതകളിലും വെളിച്ചമില്ലാത്ത സ്ഥിതിയുമുണ്ട്. കേബിൾ വയർ കാലിൽ കുരുങ്ങി മധ്യവയസ്കൻ റോഡിലേക്ക് തെറിച്ചു വീണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇനിയും അപകടമുണ്ടായാൽ മാത്രമായിരിക്കും അധികൃതർ വിഷയത്തിൽ കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് ഉയർന്ന പ്രധാന ആക്ഷേപം. ജനം, കോഴിക്കോട്. വിജിലൻസ് നടപടികൾ നേരിട്ട ഉദ്യോഗസ്ഥരെ സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി. വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഹൈക്കോടതി ഉത്തരവ് ബാധകം. ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർ സ്ഥാനക്കയറ്റ പട്ടിക സംബന്ധിച്ചുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർ സ്ഥാനക്കയറ്റത്തിൽ വിജിലൻസ് നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തരുതെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണറായി സ്ഥാനക്കയറ്റം നേടിയ കാക്കനാട് സ്വദേശി നൽകിയ ഹർജി തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്. സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജിയിലായിരുന്നു നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിറക്കിയത്. ചട്ടപ്രകാരം വിജിലൻസ് നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന കണ്ടെത്തൽ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി അപ്പീൽ തള്ളുകയായിരുന്നു. ജനം, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. കാക്കി സൈനിങ് ഓഫ്. കെ.